ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് ചേഞ്ചിങ് ആണ് കേട്ടോ. അതായത് ഒരു വീട്ടമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വീട്ടുകാരിയിൽ നിന്ന് ഒരു ഹോസ്റ്റലറിലേക്കുള്ളൊരു ചേഞ്ച്, അങ്ങനെ ഒരു ചേഞ്ചുള്ളൊരു ദിവസത്തിൻ്റെ അതിലൊരു ദിവസം അതാണിത് കേട്ടോ. ഇന്നെനിക്ക് പഠിപ്പിക്കാൻ പോകണം. രാവിലെ എണീച്ച് ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഈ റൂമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ചുട്ടുപായിട്ട് കിടക്കുന്ന റൂമാണ്. സോ മിനിമൽ ഡ്രസ്സിൽ മാത്രമാണ് ഇവിടെ കിടന്ന് ഇവിടെ ജീവിച്ച് പോകാൻ പറ്റത്തുള്ളൂ. കാരണം അതുമാതിരി നമുക്ക് ചൂട് കൊണ്ടിങ്ങനെ പുഴുങ്ങുവാണ്. ചൂട് കാറ്റാണ് അടിക്കുന്നത്. വെളിയിൽ കൊണ്ട് ഈ ഫാനൊക്കെ വെറുതെ കറങ്ങുക, ഒരു ഗുണമില്ല കേട്ടോ. പിന്നെ നേരെ ഇങ്ങനെ വെളുത്ത് വരുമ്പോഴത്തേക്കുമാണ് ഒരു കിടക്കാനൊരു സുഖം. ഇതൊരു 5:45, 6 മണി ആ സമയമാണ്. പക്ഷേ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഉറക്കം വരും. കാരണം രാത്രി മൊത്തം ഉറങ്ങാൻ തോന്നുന്നു. പക്ഷേ സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് റെഡി ആയാലേ പറ്റുള്ളൂ. സോ നമുക്ക് റെഡിയാവാം. അങ്ങനെ കുളിച്ച് പല്ലൊക്കെ തേച്ച് റെഡിയായി. മുടി ഞാൻ രാവിലെ ഇപ്പം നനയ്ക്കാറില്ല കേട്ടോ. കാരണം ബൺ കെട്ടണം എന്നുള്ളത് ഇവിടുത്തെ നിർബന്ധമാണ്. അതുകൊണ്ട് മുടി നനച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബണ്ണൂടെ കെട്ടി കഴിയുമ്പോഴത്തേക്കും ആകെപ്പാടെ അപ്പം മാതിരി അട മാതിരി അടഞ്ഞിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ രാവിലെ തല നനയ്ക്കാറില്ല. അങ്ങനെ സാരിയൊക്കെ എടുത്ത് റെഡിയായി. ഇതിവിടെ യൂണിഫോം സാരിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് യൂണിഫോം ഇല്ല. സോ എനിക്കിങ്ങനത്തെ കളർ ഡ്രസ്സ് ഉടുക്കാം. പക്ഷേ ഇനിയിപ്പം വെക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വരുമ്പം നമ്മൾ യൂണിഫോം സാരിയൊക്കെ വാങ്ങണം. നമ്മുടെ ഒരു കോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ച് ഒന്ന് സെറ്റായി കേട്ടോ. അങ്ങനെ നമ്മളെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് എവിടെ സാരി എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ ക്ലാസ് നിൽക്കുമ്പോൾ നമ്മൾ കംഫർട്ടബിളായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഒരു 10-15 സെറ്റ് പിന്നെങ്കിലും ആവശ്യം. ഇപ്പം ഞാൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. BEdനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിൽ കൂടുതലായിരുന്നു സെറ്റ് പിൻ്റെ എണ്ണം. ഇപ്പം അത്യാവശ്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല. പിന്നെ സാരി എടുക്കുന്നവർ എനിക്കൊരു 10 മിനിറ്റ് വേണ്ട തികച്ച് സാരി എടുത്ത് റെഡിയാവാനായിട്ട് കേട്ടോ. 5 മിനിറ്റ് അത് മതി. ഇവിടുത്തെ ഹിന്ദിക്കാർ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് കേട്ടോ എല്ലാവരും. കാരണം അവിടെ ഒരു പാർഷ്യാലിറ്റി ഇല്ല. സ്കിന്നിൻ്റെ കളറായിക്കോട്ടെ, അവർക്കെല്ലാം നല്ല കോൺഫിഡൻസ് ആട്ടോ. നിറയെ വളയൊക്കെ ഇട്ട് വലിയ പൊട്ടൊക്കെ തൊട്ട് പിന്നെ സിന്ദൂരമൊക്കെ ഇടുന്ന കാണാൻ നല്ല ലെങ്തായിട്ട് അവർ സിന്ദൂരം ഇടും. പിന്നെ വലിയ കമ്മല, ലിപ്സ്റ്റിക്ക് അതൊക്കെ ഇട്ടിട്ടാണ് അവർ മാക്സിമം ആ യൂണിഫോം സാരിയിൽ എന്തൊക്കെ ചെയ്യാമോ അത്രയും ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്നെ കാണുമ്പോൾ എപ്പോഴും പറയും, ഓ മാം യു ആർ ടു സിമ്പിൾ എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ ഭയങ്കര സിമ്പിളാണെന്ന്. എനിക്കാണെങ്കിൽ വള ഒന്നുമില്ല. അവർക്ക് എപ്പോഴും കൈ നിറച്ച് കുപ്പിവളയാണ്. കുപ്പിവള അതിങ്ങനെ കളർഫുള്ളായിട്ടുള്ള വളകളാണ് അവരിങ്ങനെ ഇടാറുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം കൂടെ തപ്പിപ്പറക്കി പെട്ടെന്ന് എടുക്കും കേട്ടോ. പെൻസിലും കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ പിറക്കി ഞാൻ ഈ പൗച്ചിലാണ് വെക്കുന്നത്. റെഡ് ഇങ്കൊക്കെ വേണമല്ലോ. അപ്പം അതേ പിന്നെ കുപ്പിവെള്ളം, പിന്നെ ഈ ബുക്കൊക്കെ വലിയ ബുക്കാണ്. ഇത് ICSEയുടെ വലിയ ബുക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് പോലെ നടക്കത്തുള്ളൂ. അങ്ങനെ 12:15 വരെയുള്ള ക്ലാസ് കേട്ടോ. ഉച്ചയാകുമ്പോൾ നമുക്ക് തിരിച്ചു തരും. ഉച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുകുന്ന സമയമാണ് കേട്ടോ. എനിക്കൊന്ന് വണ്ടിയുടെ ടയർ വരെ ഉരുകി പോകുമെന്ന് എനിക്ക് ചില സമയം സംശയം തോന്നും. അതുപോലെ ചൂടാട്ടോ. അപ്പം നമ്മൾ കുറച്ച് തുണി എഴുതാനുണ്ട് എനിക്ക്. ടെറസിൻ്റെ മണ്ടയ്ക്കാണ് ഇവിടെ തുന്നി എഴുതുന്നത്. ഈ ഒരു സാധനം ഉണ്ടല്ലോ എന്നെ എപ്പോഴും ഇട്ട് വലയ്ക്കുന്ന കേട്ടോ. നമ്മൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ തിരിച്ചടയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം എന്തോ ഇവിടെ വെച്ചേക്കുന്നത്. അവസാനം ഞാനിത് ഓഫീസിൽ പോയി ഒരു സെല്ലോ ടേപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇത് ഇവിടെ ഒട്ടിച്ച് ഫിക്സ് ചെയ്ത് വെച്ച് കേട്ടോ. കാരണം അത്രയ്ക്ക് ദുരിതം വന്നേ. ഒന്നാമത്തെ കുനിയാനും വയ്യ, നടുവിന് വേദനയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ സാധനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴുമ്പം ഇതിനെ പൊക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ഞാൻ അവിടെ കുറച്ച് സമയം എൻ്റെ പോകുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ അതിനെ അവിടെ ഉറപ്പിച്ച് വെച്ചു. പിന്നെ ഇതാണ് നമ്മുടെ തുണി എഴുതുന്ന സ്ഥലം കേട്ടോ. ഈ വരുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് ബോയിൽഡ് വാട്ടറാണ്. അല്ലാതെ ഇവിടെ ഹീറ്ററൊന്നും ഒന്നുമല്ല. ഇത് ടാങ്കിൽ കിടന്ന് പഴുത്ത് ചുട്ട് നമ്മൾ പണ്ടൊക്കെ അഴുക്ക് പോകാനായിട്ട് നമ്മുടെ തോർത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുഴുങ്ങി അലക്കത്തില്ലേ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുമായിരുന്നു അമ്മയൊക്കെ. ഇത് എല്ലാം ഇവിടെ ഒരു ദൈവം സഹായിച്ച് എല്ലാം പുഴുങ്ങി അലക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഇരുന്ന് ഈ ബക്കറ്റ് അപ്പം ഒന്ന് എടുക്കാം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് എനിക്ക് അത് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല. ഫുൾ അഴുക്ക്. പിന്നെ ഞാൻ വിചാരിച്ച് കഴുകി അയലോട്ട് തന്നെ അങ്ങിടാമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് തോന്നുന്നത് തുണി കഴുകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഈ ഒരു കോൺക്രീറ്റ് സ്ലാബ് വെച്ചിരിക്കുന്നത്. പക്ഷേ തൊട്ടാൽ മതി, അവിടെ നിറച്ച് അഴുക്കാട്ടോ. സോ ആകെ നമ്മൾ ഈ പൈപ്പിനെയും ഞാൻ കൊണ്ടുവന്ന് ഈ ബക്കറ്റിനെ മാത്രം ആശ്രയിച്ച് തുണി കഴുകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ അടിച്ച് നനച്ച് കഴുകി ഊരി പിഴിഞ്ഞെടുത്ത് ഈ വെയിലത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ സാധനം ഉണങ്ങി കിട്ടും കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ കത്തുന്ന വെയിലാണ്. നമ്മുടെ അവിടുത്തെ വെയിലുമല്ല. നമ്മുടെ അവിടുത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹ്യൂമിഡല്ലേ. ഇതങ്ങനല്ല കേട്ടോ, ഡ്രൈ ആയിട്ടുള്ള ചൂടാണ്, വെയിലാണ്. അപ്പോൾ നമ്മളൊന്ന് പുകഞ്ഞ് കണ്ടോ. ഞാൻ ആ പാടെ എൻ്റെ രക്തം വരെ ഉരുകി വെള്ളമായി ആവിയായിട്ട് പോയിട്ടുണ്ടായിരിക്കും. അതുമാതിരിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ആന്തരിക അവയവങ്ങൾ വരെ വല്ലതും കേടാവുമെന്ന് വരെ ഞാൻ പേടിച്ചു കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇത് നല്ലൊരു മൽപ്രയോഗം നടത്തേണ്ടി വരും. ഇതങ്ങ് ടൈറ്റാട്ടോ അപ്പോഴും. അങ്ങനെ അവിടെ വന്ന് ഇനി ഇത് ഉച്ചയ്ക്ക് ഞാൻ തുണിയെല്ലാം കഴുകിയിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ടുള്ള ഇതാട്ടോ. ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ
തുണി കഴുകാൻ പോയത്. അപ്പം ഇവിടെ ഇപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ട്, ഇപ്പം നല്ല സുഖമാണ്. പക്ഷേ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം. അപ്പം ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ കുളിച്ചിട്ടാണ് ഞാൻ തുണി കഴുകിയിട്ട് വന്നിട്ട് ഞാൻ കുളിച്ചിട്ട് ഞാൻ കുറച്ച് സമയം കിടന്ന് ഉറങ്ങണം. ഇവിടെ ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇവിടെ ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ബെഡെല്ലാം നനയ്ക്കും, കുറേ വെള്ളം കോരി ഞാൻ ബെഡിലെല്ലാം ഒഴിക്കും, കുറേ ഷീറ്റ് പുതയ്ക്കുന്ന ഷീറ്റെല്ലാം നനയ്ക്കും. കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെയാണ് താഴെ ഇടയ്ക്കിടയ്ക്ക് താഴെ പോകും. കണ്ടോ, അതിനൊരു ഫിക്സ് ചെയ്യാനുള്ളൊരു സാധനം ഇല്ല അവിടെ. അപ്പം എന്നിട്ട് ഈ ബെഡെല്ലാം ഞാൻ നനയ്ക്കും, എന്നിട്ട് തോർത്ത് ഞാൻ നനയ്ക്കും. എന്നിട്ട് ഈ നനഞ്ഞതിനകത്ത് നമ്മൾ വാട്ടർ ബെഡിൽ കിടക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ ആ നനഞ്ഞതിനകത്ത് ഞാൻ കിടക്കുന്നുണ്ട്. ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഇവിടെ പശുക്കൾ. ഇവിടെ മനുഷ്യനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ജീവിയാണ് പശുക്കൾ. ഈ പശുക്കൾക്ക് യഥേഷ്ടം എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നടക്കാം കേട്ടോ. നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്കിനി അർജൻറ്റായിട്ട് ആംബുലൻസിൽ എവിടെയെങ്കിലും പോകണമെങ്കിലും പശു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ മാറ്റി വണ്ടിയൊക്കെ നിർത്തി ആ പശുവിനൊന്നും സംഭവിക്കാതെ എങ്ങാനും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിനെയൊക്കെ നിന്ദിക്കത്തില്ലേ. അതായത് നമ്മൾ നാഷണൽ ആന്തം അല്ലെങ്കിൽ നമ്മൾ നാഷണൽ ഫ്ലാഗ് അതിനെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മളെ പണിഷ്മെൻറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് പശുവിനെ എന്തെങ്കിലും ചെയ്താൽ ഡിസ്റ്റർബൻസ് ചെയ്താൽ അവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അവർ ദൈവത്തിനെ നമ്മൾ എന്തോ ചെയ്യുന്ന പോലെയാണ് അവരുടെ ഒരു ഫീൽ. അങ്ങനെ ആ കിടന്ന് ഞാൻ ഉറങ്ങി അങ്ങനെ കിടന്ന് ഉറങ്ങി 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എണീച്ച് ചായ കുടിക്കാൻ പോകണം. ഇനിയും കിടന്നുറങ്ങിയും ചായ കിട്ടത്തില്ല. കുറച്ച് നാളായിട്ട് കിടന്നിട്ടെണീക്കുമ്പോൾ ഒട്ടുക്കളത്ത് പെടലി വേദന കേട്ടോ. രണ്ട് ഇതാണ് ഞങ്ങളുടെ ചിന്നും മിന്നും ഇവിടുത്തെ കേട്ടോ. ചിന്നും മിന്നും ഇവരുടെ അമ്മ ഇവരെ പ്രസവിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി. സോ ഇവരിവിടുത്തെ പെറ്റാണ്, ഇവിടുത്തെ അമ്മമാരുടെ കേട്ടോ. പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് വന്നായിട്ടൊന്നും തോന്നുന്നില്ല. ഇവിടെ ചക്കയും മാങ്ങയും ഓമയ്ക്കയും ചീരയും എല്ലാം ഉണ്ട്. അങ്ങനെ ചായയും സംഗീതം മോൾ ഇവിടെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന സംഗീതം എനിക്കൊരു പാക്കറ്റ് ബിസ്ക്കറ്റും തന്നു ഗുഡ് ഡേയുടെ. അങ്ങനെ അതൊക്കെ തിന്ന് ഒരു 5-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ തുണി എടുക്കാൻ വേണ്ടി വീണ്ടും മേളിൽ നിന്നിട്ടോ. ഇനി 6 തൊട്ട് ഇവിടെ വന്നിരുന്നാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 8 മണിക്ക് ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ. അല്ലാതെ റൂമിലൊന്നും നമുക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ല. അതുമാതിരി ചൂടാണ് കേട്ടോ. ഞാൻ തുണിയൊക്കെ പറക്കി ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ. ഞാനിത് ഒരുപാട് മിസ് ചെയ്യുന്നു. ഇത് എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലാണ്. പണ്ട് PGക്കൊക്കെ പഠിച്ച സമയത്ത് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ളൊരു ലൈഫ് പോലെ എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു 10-11 വർഷം നീണ്ടൊരു 10-11 വർഷം നമ്മൾ വീട് കുഞ്ഞുങ്ങൾ അവരുടെ കാര്യങ്ങളും കൂടെ നോക്കി അവരെ വളർത്തി അങ്ങനത്തെ കുറച്ച് ലൈഫല്ലായിരുന്നു. അതൊന്നും ഇതിലോട്ട് വരുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഫുൾ നമുക്കങ്ങ് ഒരു എന്തൊക്കെയോ ഒരു വല്ലാത്ത ഫീലാണ്, ഒരു സമ്മിശ്രമായ ഫീലാട്ടോ. അതായത് റിലാക്സിങ് ആണെന്ന് ചോദിച്ചാൽ ബെറ്റർ റിലാക്സിങ് ആണ്. പക്ഷേ മനസ്സ് ഭയങ്കരമായിട്ട് വേദന എടുക്കും. ഇത് ഞാൻ പിന്നെ നാളെ എടുക്കാനുള്ള സാരിയൊക്കെ എടുത്ത് മേളിൽ വെച്ചതിന് അടിയിലങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ ചുളുങ്ങി പറഞ്ഞ് നാശമാകും. പിന്നെ രാവിലത്തേക്ക് കുറച്ച് പഠിപ്പിക്കാനുള്ള നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ പ്രിപ്പയർ ചെയ്തു. ഇനി നൈറ്റ് ആയിട്ടുണ്ടോ, ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വീണ്ടും താഴെ പോകണം. അവിടുത്തെ സിസ്റ്റർമാരുടെ പ്രെയറൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഫുഡ് എടുക്കത്തുള്ളൂ. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഈ കുപ്പിയും കുളിക്ക് പതുക്കെ അങ്ങോട്ട് പോകും. അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും സിസ്റ്റർ എനിക്കൊരു കൂളർ തന്നു കേട്ടോ. ഒരു പ്രയോജനമില്ല. കൂളർ ഒരു ദിവസം യൂസ് ഉണ്ടായിരുന്നു, തന്നൊരു ദിവസം. പിറ്റേ ദിവസം തൊട്ട് അതിനകത്ത് നല്ല തിളച്ച വെള്ളത്തിൻ്റെ ചൂട് ആവിയില്ലേ, അതൊക്കെയായിരുന്നു വരുന്നത്. അപ്പോൾ എനിവേ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്